തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുമ്പിലാണ് ഈ ഭീകര അപകടം നടന്നത്. ഉച്ചയ്ക്ക് 12:15 അപകടം. ഈ കാണുന്ന ഷെവർലെ ബീറ്റ് വാഹനമാണ് അപകടം ഉണ്ടാക്കിയത്. ഈ അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 4 പേരുടെ നില ഗുരുതരമാണ്. 2 പേർ വെന്റിലേറ്ററിലും 2 പേർ ICUവിലും ഇപ്പോൾ ചികിത്സയിലാണ്. ചെറിയ പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ കുമാറിനെ ജനറൽ ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് പോലീസ് മൊഴിയെടുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. ഈ കാണുന്ന രീതിയിൽ ഭീകരമായിട്ടുള്ളൊരു അപകടം തന്നെയാണ് ഉണ്ടായത്. ഈ വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അമിത വേഗതയിൽ ഈ ആശുപത്രിക്ക് മുമ്പിലെ ഈ കാണുന്ന ഫുട്പാത്തിന് മുകളിലേക്ക് ഇടിച്ച് കയറി ആദ്യം 2 ഓട്ടോ ഇടിച്ച് മറിച്ച ശേഷം വഴിയാത്രക്കാരെ 2 പേരെയും ഇടിച്ച ശേഷമാണ് ഈ ഫുട്പാത്തിൽ ഇങ്ങനെ ഈ വാഹനം ഇപ്പോൾ ഇടിച്ച് നിൽക്കുന്നത്. വാഹനത്തിൻ്റെ അകത്ത് ഡ്രൈവറായിട്ടുണ്ടായിരുന്നത് വലിയവിള സ്വദേശിയായിട്ടുള്ള AK വിഷ്ണുനാഥും ഒപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ അമ്മാവനായിട്ടുള്ള വിജയനുമായിരുന്നു. ഈ വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് ഈ അപകടം ഉണ്ടായി എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. തിരുവനന്തപുരം RTO എൻഫോഴ്സ്മെൻ്റ് അടക്കം വാഹനം പരിശോധിച്ച് വാഹനത്തിന് മെക്കാനിക്കൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ 25 വയസ്സുള്ള വിഷ്ണുനാഥ് അദ്ദേഹം ഇപ്പോൾ ലൈസൻസ് ഉണ്ടെങ്കിലും വാഹനം ഓടിച്ച് തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടെ ഉണ്ടായിരുന്ന വിജയൻ വാഹനം ഓടിച്ച് പഠിപ്പിക്കുകയായിരുന്നു. ആ സമയത്ത് ഇതുവഴി വരികയും നിയന്ത്രണം നഷ്ടപ്പെടുകയും ബ്രേക്കിൽ ചവിട്ടുന്നതിന് പകരം ആക്സിലേറ്ററിൽ അമിതമായി ചവിട്ടിയതാണ് ഈ ഒരു അപകടം ഉണ്ടാക്കിയെന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം. ആദ്യം ഈ ഓട്ടോ ഇടിച്ചു. ഓട്ടോ ഡ്രൈവർമാരായിട്ടുള്ള ഷാഫി അതേപോലെ കുമാർ എന്നീ 2 പേർക്ക്, സുരേന്ദ്രൻ എന്നീ 2 പേർക്ക് ഗുരുതരമായിട്ട് പരിക്കുണ്ട്. അവർക്ക് 2 പേർക്കും തലയ്ക്കാണ് പരിക്കേറ്റത്. അതിനുശേഷമാണ് വഴിയാത്രക്കാരെ ആയിട്ടുള്ള ഒരു റജി അതേപോലെ തന്നെ ഒരു സ്ത്രീയെയും ഇടിച്ച് അപകടം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ 2 പേരുടെ നില വളരെയധികം ഗുരുതരമാണ്. അവരാണ് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. മെഡിക്കൽ കോളേജിലാണ്. ബാക്കി 2 പേരാണ് ICUവിലുള്ളത്. ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ വാഹനം ഓടിച്ച വിഷ്ണുനാഥിനെ കന്റോൺമെൻറ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ പേടിച്ചാണ് ഈ ഒരു അപകടം ഉണ്ടായി എന്നുള്ളൊരു മൊഴിയാണ് നിലവിലിപ്പോൾ വിഷ്ണുനാഥ് പോലീസിനെ നൽകിയിട്ടുള്ളത്. മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ പ്രാഥമിക നടപടിയെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനും തന്നെ ഈ വാഹനം ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ട നടപടികളും പോലീസ് സ്വീകരിക്കുന്നു.